ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. അപ്പോൾ ഹോണ്ടയുടെ ആക്റ്റീവ ഐ വണ്ടി ജനറൽ സർവീസായിട്ട് വരുന്നുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. പുതിയ ലൈനർ കിടക്കണം കേട്ടോ, ഹോണ്ടയുടെ കമ്പനി ലൈനർ തന്നെയാണ്, പുതിയ ലൈനറാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്ക് തുടച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്, അത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. പുതിയ ബെൽറ്റാണ് കിടക്കണത്, ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ഇതൊക്കെ വന്നൊരു യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസും ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നല്ലൊരു പ്രോബ്ലം ഇല്ല. ഈ റോളർ സെറ്റ് ചെറിയൊരു തേയ്മാനം, സൈഡ് തിരിഞ്ഞുള്ള തേയ്മാനം കാണുന്നുണ്ട്. പക്ഷേ എന്ന് എഴുതിയിട്ട് പൊട്ടലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് അതന്നെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസും നമ്മൾ നോക്കുമ്പോൾ ഓക്കെയാണ്. അതിൻ്റെ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിവിടെ ഒരു ചെറിയ ഒരു ഒരച്ചിൽ പാട് കണ്ടായിരുന്നു. ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഒരച്ചിൽ പാട് കാണുന്നുണ്ട്. അതന്നെ അത് ശരിക്കും വന്നത് ആ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ്, അതായത് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ യൂണിറ്റാണ്, ഇതാണ്. അതിൻ്റെ അലൈൻമെൻറ്റിൽ വേരിയേഷൻ വരുമ്പോൾ അതിങ്ങനെ പതുക്കെ കയറി ഇറങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോഴാണ് അതുമ്പോൾ ടച്ചിങ് തന്നെ. മേജറായിട്ടുള്ള പ്രശ്നമല്ല. സാധാരണ അങ്ങനെ കൂടുതൽ വരുമ്പോൾ സെൽഫ് അടിക്കുമ്പോൾ സൗണ്ടിൽ വ്യത്യാസമാണ് വരാറ് സാധാരണ. അപ്പോൾ ഇത് നല്ലൊരു തൽക്കാലം കുഴപ്പമില്ല, അതങ്ങനെ ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിൽ തന്നെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്, അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. അതിൻ്റെ വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ പെർഫോമൻസ് ഓക്കെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഈ നെറ്റ് നമ്മളൊന്ന് സ്പെഷ്യൽ നെറ്റാണ്, അത് നമ്മളൊന്ന് മാറ്റിയിടുന്നത്, കാരണം ഇവിടെയൊക്കെ ഒന്ന് വെട്ടി അഴിച്ചാനാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ക്ലച്ച് ഷൂ അഴിച്ചിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലൊക്കെ ആയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തൊന്നും പറയത്തക്ക വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നുമില്ല. ചോക്കിൻ്റെ കേബിളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ചോക്ക് വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കതിൻ്റെ ഉള്ളിൽ മൺഗാർഡിൻ്റെ അവിടുത്തെ ഒരു ഫ്ലാപ്പ് ചാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വണ്ടി ഓടുന്ന സമയത്ത് ആ ചെളി ഉള്ളിൽ, കാര്യം അതിൻ്റെ ടയറിൻ്റെ മുകളിൽ മൺഗാർഡ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ഈ സൈഡിലും ഒരു ഫ്ലാപ്പ് വന്നുണ്ട്. അപ്പോൾ അത് ഇതും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ചെളികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നുണ്ട് നമ്മൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നൊരു ഫ്ലാപ്പ് അഡീഷണലും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു പ്രൊട്ടക്ഷൻ ആയിക്കോളും. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ബുഷ് സെറ്റൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഫുൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ, കാരണം അങ്ങനെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ബാക്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്കിതും ഇരുന്നേർന്ന ബാറ്ററി 2023 ബാറ്ററിയാണ് അതും ഇരിക്കുന്നത്. അത് ഫുൾ ഡെഡായിരുന്നു, ഒട്ടും ചാർജ് ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫുൾ ചാർജ് ചെയ്യുമ്പോൾ 13.5 ആ റേഞ്ചിലേക്ക് വോൾട്ട് കയറി വന്നിട്ടുണ്ട്. ബാറ്ററി നമ്മളൊന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ബാറ്ററിയുടെ കണ്ടീഷൻ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മീറ്ററിൻ്റെ ഉള്ളിൽ ഇന്നർ ഒടിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ നമുക്കത് അഴിക്കാൻ മാർഗ്ഗമില്ല. അതേപോലെ തന്നെ ഫ്യൂൽ മീറ്ററും പെട്രോളിൻ്റെ മീറ്ററും വർക്കിംഗ് അല്ല. പെട്രോൾ മീറ്റർ വർക്ക് ചെയ്യാത്ത ടാങ്കിനകത്ത് തന്നെ ഒരു ഫ്ലോട്ട് യൂണിറ്റ് ഉണ്ട്, ഈ 1 പീസ്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് മീറ്ററിനകത്ത് അതിൻ്റെ ഇത് കാണിക്കാത്തത്, കറക്റ്റ് ഗേജ് കറക്റ്റായിട്ട് വരാത്തത്. അപ്പോൾ ആ ഫ്യൂൽ ഫ്ലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പെട്രോൾ മീറ്ററിൻ്റെ കേസ് വർക്കിംഗ് ആക്കിയെടുക്കാം. സ്പീഡോ മീറ്റർ അപ്പോഴും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഫ്രണ്ട് പോയിട്ട് വണ്ടി ഇടിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു ബെൻഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ തൽക്കാലം നമുക്കൊരു മേജറായിട്ടുള്ള പ്രശ്നം എന്ന് പറയാനില്ല, നമുക്ക് ഓടിക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ചാലാണ് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് കവറുകളെല്ലാം തന്നെ പൊട്ടിയിരിക്കണം കേട്ടോ. ഈ സൈഡ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, മൺഗാർഡ് പൊട്ടിയിട്ടുണ്ട്, മൺഗാർഡിൻ്റെ ഇവിടെ ഉള്ളിലൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഈ കവറുകൾ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോഡി പാനലുകളെല്ലാം തന്നെ പൊട്ടിയിരിക്കണം. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കേട്ടോ. എൻജിൻ ഓയിൽ നമ്മൾ നോക്കി കിടക്കുന്ന ഓയിൽ നല്ല ഓയിലാണ് കിടക്കുന്നത് കേട്ടോ, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഇവിടെ വരുമ്പോൾ ഇന്നർ കവർ എൻ്റെ ഭാഗം കൂടെ പൊട്ടിയിട്ടുണ്ട്. ഫൈബർ ബോഡി എനിക്ക് തോന്നുന്നു ഫ്രണ്ട് ഐഡിയിൽ മൊത്തത്തിൽ ഡാമേജ് ഉണ്ട്, അതായത് കവറുകളെല്ലാം തന്നെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളിക്കുകയില്ല, കാരണം ബാക്കിയത്തെ ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. ഓക്കെ.